എന്ത് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല സൂപ്പർ സൂപ്പർ നല്ല പടമായിരുന്നു. കൊള്ളാം കൊള്ളാം. അവഞ്ചേഴ്സ് പോലെ ഉണ്ട്. നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. ഏകദേശം നല്ല ആക്ടിങ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഗ്രാഫിക്സ് കുഴപ്പമില്ലായിരുന്നു. നല്ലായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. എൻഗേജിങ് ആയിരുന്നു. ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളി. സയൻസ് ഫിക്ഷനാണ്. ഒരു ഇന്ത്യയിൽ നിന്നും ഇതുപോലുള്ള ഒരു സിനിമ പ്രതീക്ഷിക്കുന്നത് ഇനിയും പ്രതീക്ഷിക്കുന്നു. യങ്സ്റ്റേഴ്സിനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഇന്ത്യയിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ്. പറ്റി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി പോയി. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പടം മസ്റ്റ് ആയിട്ട് കാണണം എന്തായാലും. ഓക്കെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന് ജനങ്ങൾക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ വ്യൂ ഓഫ് മൈൻഡ് പോയിരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടാണല്ലോ. പക്ഷേ പടം എന്തായാലും എനിക്ക് പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. മലയാളികളും കാണണം പടം എന്തായാലും കാണണം എല്ലാവരും. ഒരു തവണ പോയി തിയേറ്ററിൽ പോയി കാണുന്നത്, കാരണം അത് വേറെ എക്സ്പീരിയൻസ് ആണ്. ഗഗനചാരി എന്ന മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴല്ല, ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുക. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ. നമ്മൾ ഈ സിറ്റുവേഷനിൽ കാണുമ്പോൾ നമുക്ക് ഇതുവരെ കാണാത്ത, നമ്മൾ ബോളിവുഡ് പടങ്ങളൊക്കെ കാണുമ്പം അതിനകത്ത് കുറേ നമ്മൾ മലയാളത്തിലൊക്കെ ഇങ്ങനൊരു പടം വന്നിരുന്നത് എന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്ന ചില നല്ല സിനിമാ പ്രേമികൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി. അപ്പോൾ ഗഗനചാരി എല്ലാവരും കാണുക. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ കൽക്കി അതിനോടനുബന്ധിച്ച് വന്ന ഒരു സിനിമയാണ്. അതിനെ എല്ലാവരും ഭയങ്കര ഹൈപ്പായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മലയാളത്തിലും ഇതുപോലുള്ള സിനിമകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമയും കൂടെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൽക്കി കാണുന്ന പോലെ തന്നെ ഈ സിനിമയും കാലങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടിപൊളി, നല്ല സിനിമ. ഈ ക്രൂവിനൊക്കെ പോളി സപ്പോർട്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി പടം. അടിപൊളിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.